പ്രസിഡന്റ് നന്നായി അവതരിപ്പിച്ചു. ഞങ്ങൾ എന്താണ് ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്, എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹം നന്നായി വ്യക്തമായി അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു. തുടക്കത്തിൽ ഞാൻ ഇവിടെ വന്ന BJP NDA സ്ഥാനാർത്ഥികളെ എൻ്റെ പേരിലും പാർട്ടിൻ്റെ പേരിൽ അഭിനന്ദനം പറയുന്നു. അവർക്ക് എല്ലാവിധ ആശംസകൾ അറിയിപ്പിക്കുന്നു. അതിൻ്റെ ഒപ്പം അവരെ ജയിപ്പിക്കാൻ പാർട്ടിൻ്റെയും NDAൻ്റെ പ്രവർത്തകർ, അവർ അധ്വാനിക്കുന്ന ഈ പ്രവർത്തകർക്ക് ഞാൻ എൻ്റെ നമസ്കാരം പറയുന്നു. പ്രകാശ് പറഞ്ഞ ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറയാം. ഇതൊരു നിർണായകമായ ഇലക്ഷനാണ്. അത് BJP NDAക്കല്ല, ഇത് നിർണായകമായ ഇലക്ഷനാണ് കോഴിക്കോടിന്റെ ഭാവിക്ക് വേണ്ടി. ഈ ഇലക്ഷനിൽ കോഴിക്കോട് ജയിക്കണം. കുറച്ചു കാലമായിട്ട് ഇവിടെ ഭരിക്കുന്ന LDF എത്രയോ വാഗ്ദാനം തന്ന് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടിയായിരുന്നു. പക്ഷേ ഇന്ന് ആരോട് ചോദിച്ചാലും എന്തെങ്കിലും ശരിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായൊരു മറുപടി എന്താണ്? ഒന്നും ശരിയാവുന്നില്ല, ഒന്നും ശരിയായിട്ടില്ല, ഒന്നും ശരിയാവുന്നില്ല. അതിന് തെളിവ് ഞാൻ 2-3 കാര്യങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നു, പറയുന്നു. ഇന്നും 3.5 ലക്ഷം വീട്, കുടിവെള്ളമില്ലാത്ത വീടുകളുണ്ട് ഈ ജില്ലയിൽ. റോഡിന്റെ സ്ഥിതി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ LDF, അതും ശരിയായിട്ടില്ല. നമ്മൾ 2025 ജീവിക്കുന്നത്, പണ്ട് കാലമൊന്നുമല്ല. ഇന്നും കോഴിക്കോട് പോലെ ഒരു നഗരത്തിൽ തെരുവുനായന്റെ ശല്യം ഒരു കൊല്ലത്ത് മാത്രം 56,000 തെരുവുനായ കേസസാണ്, ഇരകളാണ്. ശരിയായോ? എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ LDF അല്ല ഭരിക്കുന്നത്. മാലിന്യം എവിടെ നോക്കിയാലും, ഞാൻ ഇപ്പോ 6-7 മാസമായിട്ട് എല്ലാ ജില്ലയിലും